ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ്. വളരെയേറെ രുചികരവും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉപ്പുമാവാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇതെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടൊരു 10 അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റ് എല്ലാം ചേർത്തുണ്ടാക്കുമ്പോഴാണ് ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഈ സമയം ഞാനിതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയും ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കുക്കായിട്ട് വരണം. അതിനായിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ക്യാരറ്റൊക്കെ ഒന്ന് ഒരു ഹാഫ് കുക്കായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിലോട്ട് റവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അത് എടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിവിടെ 2.5 ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുതേ. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഞാൻ റവ അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ കറക്റ്റ് ആയിരിക്കും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ, വെള്ളം കൂടി പോകരുത്. ഇപ്പോഴും ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഉപ്മാവിലേക്ക് നല്ല പോലെ ഒന്ന് ആവി കയറിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ ഉപ്മാവ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 1-ാം പാലാണേ. ഉപ്മാവിൽ ഇതുപോലെ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എത്ര സമയം കഴിഞ്ഞാലും ഹാർഡായി പോവേ ഇല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ്. ഇനി ഇതിലോട്ടൊരു 1/4 മുറി തേങ്ങ ചെറിയതും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ലാസ്റ്റ് ഇതുപോലെ ഉപ്മാവിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി. നോക്കിയേ, ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഉപ്മാവാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഉപ്മാവ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.